ദൈവത്തിന് സ്തോത്രം. വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. ഒരു വാക്യം വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം. തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. ദൈവം സ്നേഹിച്ച, ദൈവം തൻ്റെ ജനത്തെ സ്നേഹിക്കുന്ന ഒരു വാക്യമാണ് ഇവിടെ വായിച്ചത്. യേശു ക്രിസ്തു ഒരിക്കൽ പത്രോസിനോട് ചോദിച്ച്, നീ ഇതിലധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. പത്രോസ് അത് കേട്ട് കരയാനിടയായി. കാരണം ഒരിക്കൽ യേശുവിനെ തള്ളിപ്പറഞ്ഞതാ. ഇവിടെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ദുഃഖിച്ചു പത്രോസ്. മറ്റേ ആ ചിന്ത വന്നു, അതാ ദുഃഖിച്ചത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മെ സ്നേഹിക്കുന്നു. സ്തോത്രം. ദൈവത്തെ നാം സ്നേഹിക്കണം. എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? സ്തോത്രം. ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നത് പലരും പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടിയാണ് പലരും സ്നേഹിക്കുന്നത്. ഒന്ന്, ജോലി വേണം, ആരോഗ്യം വേണം, ബലം വേണം, ശക്തി വേണം, നല്ലൊരു ജീവിക്കണം, സമ്പത്തുണ്ടാകണം. ഇതൊക്കെ ആവശ്യങ്ങൾ അനുസരിച്ചാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്. ഇന്ന് ലോകത്തിൽ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പത്രോസിനോട് ദൈവം പറഞ്ഞത്, നീ ഇതിലധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. അത് പത്രോസിന് ഒന്നും വേണ്ട, ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആലോചിച്ച. സ്തോത്രം. ഒന്ന്, കാര്യങ്ങൾക്ക് വേണ്ടി ദൈവത്തെ സ്നേഹിക്കുന്നവരുണ്ട്. രണ്ട്, ദൈവത്തെ മാത്രം സ്നേഹിക്കുന്നവരുണ്ട്. ആദ്യം അവൻ്റെ രാജ്യം, നീതി അന്വേഷിപ്പിൻ, അതോടൊക്കെ ഇതൊക്കെ തരാമെന്ന ദൈവം അരുൾ ചെയ്തിരിക്കുന്നത്. ഇന്ന് മനുഷ്യൻ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചാൽ, അവരുടേതായ കാര്യങ്ങൾ അനുദിനമായി നടന്നാൽ വളരെ സന്തോഷമാണ്. കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, ബുദ്ധിമുട്ട് വരുമ്പോൾ, ഞെരുക്കം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലം വരുമ്പോൾ, പ്രതിഘട്ടങ്ങൾ വരുമ്പോൾ ദൈവത്തെ സ്നേഹിക്കാത്തവർ പലരുമുണ്ട്. നല്ല രീതിയിൽ കാര്യങ്ങൾ നടന്നു പോവുകയാണെങ്കിൽ ദൈവത്തോട് ഭയങ്കര സ്നേഹമുള്ളവരുണ്ട്. എന്നാൽ ക്രിസ്തീയ ജീവിതത്തിൽ, യേശുക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ, സ്തോത്രം, തൻ്റെ ശിഷ്യന്മാരെ നാടുകടത്തിയപ്പോഴും, യോഹന്നാനെ പത്മോസ് എന്ന ദ്വീപിൽ നാടുകടത്തിയപ്പോഴും യോഹന്നാൻ ഹല്ലേലൂയ ദൈവത്തെ സ്നേഹിച്ചിരുന്നു. പത്രോസിനെ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടപ്പോഴും പത്രോസ് യേശുവിനെ സ്നേഹിച്ചിരുന്നു. പഴയ നിയമത്തിൽ യോസേപ്പിനെ പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടപ്പോഴും യോസേപ്പ് ദൈവത്തെ സ്നേഹിച്ചിരുന്നു.
നമ്മുടെ ജീവിതത്തിൽ പ്രൈസലാമേ കഷ്ടതയുടെ നടുവിലും ദൈവത്തെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? ഹല്ലേലൂയ. ലോകത്തിൽ മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കുന്നത് അവരുടേതായ കാര്യങ്ങൾ നടക്കണം. അതാ ഈ സ്നേഹം. പക്ഷെ അതല്ല പ്രൈസലാമേ ഹല്ലേലൂയ, ഒന്നും നടന്നില്ലെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നവരായി തീരണം. രോഗം വന്നാലും പ്രയാസം വന്നാലും പ്രതികൂലം വന്നാലും സാമ്പത്തികമായ വിഷയങ്ങളിൽ ഒരുപക്ഷെ മുന്നേറാൻ കഴിയാമെന്നില്ലെങ്കിലും ഹല്ലേലൂയ, ദൈവത്തെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? പ്രൈസലാമേ, ഉറ്റവരുടെ സ്നേഹിതർ ബന്ധുക്കൾ ഒക്കെ നമ്മെ തള്ളിയാലും ദൈവത്തെ സ്നേഹിക്കുന്നവർ എത്ര പേരുണ്ട്? അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ദൈവ സ്നേഹത്തിൽ നിന്ന് എന്നെ ആർ വേർപിരിക്കും? കഷ്ടതയോ പട്ടിണിയോ ആപത്തോ വാളോ നഗ്നതയോ എന്തു വന്നാലും പ്രൈസലാമേ, ദൈവമായിട്ടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർതിരിപ്പാൻ കഴിയില്ല എന്നാണ് പൗലോസ് വ്യക്തമായി വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നത് താൽക്കാലിക നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല, മറിച്ചു സ്തോത്രം, ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സേവിച്ചും മനുഷ്യനെ സ്നേഹിച്ചും പോകുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദൈവം പ്രൈസലാമേ സ്നേഹമാകുന്നു. ദൈവം ഒരു നാളും തള്ളിക്കളയില്ല. തന്നിൽ ആശ്രയിച്ചിരിക്കുന്ന തൻ്റെ ജനത്തെ ഒരു നാളും തള്ളിക്കളയില്ല. കാരണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ സ്നേഹം മനുഷ്യരോടുണ്ട്. മനുഷ്യനെ സ്നേഹിച്ച ദൈവമാണ്. ദൈവത്തിൻ്റെ സ്നേഹം ഒരു നാളും മാറിപ്പോകില്ല. അതുകൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കൂടെ ഉള്ളിടത്തോളം ദൈവം നമ്മെ നടത്തും, പരിപാലിക്കും, ജയത്തോടെ നടത്തും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ലോകത്തിൽ പ്രൈസലാമേ സ്നേഹിക്കാൻ കൊള്ളാകുന്ന ഒരേ ദൈവം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്നെയാണ്. നമ്മെ സ്നേഹിച്ചത് അവസാനത്തുള്ള രക്തം മാനവരാശിക്ക് വേണ്ടി ഒഴുക്കി തന്നാണ് സ്നേഹിച്ചത്. സ്വന്തം ജീവൻ കാൽവറിയിൽ അർപ്പിച്ചിട്ടാണ് നമ്മെ സ്നേഹിച്ചത്. ഹല്ലേലൂയ. പ്രൈസലാമേ, അനേക വേദനകൾ ഏറ്റിട്ടാണ് നമ്മെ സ്നേഹിച്ചത്. ആ സ്നേഹം യേശുവിൻ്റെ സ്നേഹമാണ്. പുതിയ നിയമസഭയിൽ വിശ്വാസത്തിലായിരിക്കുന്ന ആരൊക്കെ ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ കൂടെയുണ്ട്. പ്രൈസലോ, നീ തകർന്നു പോകുവാൻ, നീ നശിച്ചു പോകുവാൻ എൻ്റെ ദൈവം ആഗ്രഹിക്കുന്നില്ല. കാരണം എന്ന് പറഞ്ഞാൽ പ്രൈസലോ, ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കൂടെയുണ്ട്. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം തലമുറയായി പ്രൈസലാമേ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ കൂടെ ദൈവത്തിൻ്റെ സ്നേഹം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും മാറില്ല. മനുഷ്യൻ്റെ സ്നേഹമൊക്കെ മാറും. പ്രൈസലാമേ, ഇന്ന് പറയുന്നതല്ല നാളെ പറയുന്നതല്ല, ഇപ്പം പറയുന്നതല്ല പിന്നീട് പറയുന്നത്. പ്രൈസലാമേ, എന്നാൽ ദൈവം അങ്ങനെയല്ല. പ്രൈസലാമേ, ദൈവത്തിൻ്റെ പ്രൈസലോ വലിയ കരം പ്രൈസലോ നമ്മെ നയിച്ചു കൊണ്ടിരിക്കും. അതാണ് ദൈവത്തിൻ്റെ സ്നേഹമെന്ന് പറയുന്നത്. ദൈവത്തെ അറിഞ്ഞ് ജീവിക്കുന്നവരും ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരും തമ്മിലുള്ള വ്യത്യാസം
ദൈവം വെളിപ്പെടുത്തി കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. അതാണ് ലോകത്തിൽ മനുഷ്യരുമായുള്ള ബന്ധത്തിൽ, ദൈവമായുള്ള ബന്ധത്തിൽ ആരാണെന്നുള്ളത് ദൈവം വെളിപ്പെടുത്തി കൊടുക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം തൻ്റെ കരമയച്ച് വിടുവിക്കുക തന്നെ ചെയ്യും. പിശാചിൻ്റെ പദ്ധതികളെ പൊളിക്കും. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ പ്രവൃത്തി അയച്ച് വിടുവിക്കും. ദൈവം ഹല്ലേലൂയ തൻ്റെ കരത്തിൽ നമ്മെ വഹിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. യഹോവ നമ്മോട് കൂടെയുണ്ട്. മാത്രമല്ല, ദൈവത്തെ വിശ്വസിക്കുന്ന തൻ്റെ ജനത്തിന് ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. ഇത് പലർക്കും ഹൃദയ ദൃഷ്ടി പ്രകാശിച്ചിട്ടില്ല. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി ഹല്ലേലൂയ ഹൃദയത്തിൻ്റെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുവാനിടയായിത്തീരും. ഹല്ലേലൂയ, സ്തോത്രം. ദൈവീയ ആലോചനയിൽ, ദൈവത്തിൻ്റെ വ്യവസ്ഥകളിൽ, ദൈവത്തിൻ്റെ പരിപാലനത്തിൽ ദൈവം തൻ്റെ കരമയച്ച് വിടുവിക്കുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ ഓർത്ത് നാം ദൈവത്തെ സ്തുതിക്കാം. ദുഷ്ടൻ എത്ര ശക്തി കൂടിയനാന്ന് പറഞ്ഞാലും ദൈവത്തെ അറിയുന്ന, ദൈവാത്മാവ് പ്രാപിച്ച വ്യക്തിയെ പിശാചിനൊന്നും ചെയ്യാൻ കഴിയില്ല. സ്തോത്രം. പിശാച് എത്ര ശക്തനാന്ന് പറഞ്ഞാലും സർവശക്തനായ ദൈവത്തിൻ്റെ കൂടെ പിശാചിനൊന്നും ചെയ്യാൻ കഴിയില്ല. യേശു എന്ന് പറഞ്ഞാൽ പിശാച് വിറയ്ക്കുന്നെന്നാണ് ഗുരുവൻ പറയുന്നത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് വിറയ്ക്കുന്ന? പിശാച് വിറയ്ക്കുന്നെന്ന് പറഞ്ഞാൽ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, തീയാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു അഗ്നിജ്വാലയ്ക്കൊത്തുള്ള കണ്ണുള്ളവനാണ്. അഗ്നിജ്വാല പോലെ കണ്ണിൽ പ്രകാശമുള്ള ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വെളിച്ചത്തിൽ ദൂതന്മാർ പോലും കണ്ണ് മൂടിയാണ് ഇരിക്കുന്നത്. അത്രയ്ക്കും പ്രകാശമുള്ള ദൈവത്തെയാണ് നാം സ്തുതിക്കുന്നത്. ദൈവത്തിൻ്റെ വ്യവസ്ഥകൾ, ദൈവത്തിൻ്റെ ആലോചനകൾ ഒക്കെയും ഇന്നും നിറവേറിക്കൊണ്ടിരിക്കുന്നു. സ്തോത്രം. അതുകൊണ്ട് എന്നിൽ കേൾക്കുന്ന പ്രിയരെ, ആരെങ്കിലും ജീവിതത്തിൽ ആരും സ്നേഹിക്കാതിരിക്കുന്നെങ്കിൽ, ഒറ്റപ്പെട്ട അനുഭവങ്ങളിരിക്കുന്നെങ്കിൽ, ആരും സ്നേഹിക്കയില്ലെങ്കിൽ ദൂത് പറയുവാണ്, ദൈവമോ കർത്താവായ യേശു ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുണ്ട്. ആ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം ഒരു നാളും മാറില്ല. എവിടെ പോയാലും, എവിടെ ആയിരുന്നാലും, കർത്താവിൻ്റെ വേലയിലായിരുന്നാലും, പ്രവർത്തനങ്ങളിലായിരുന്നാലും, ജോലിയിലായിരുന്നാലും, അവിടെ ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഉണ്ടായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണയുടെ ബലം കൂടെ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ ദയ ഉണ്ടായിരിക്കും. ദൈവത്തിൻ്റെ വലിയ വിടുതൽ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ,
ദൈവത്തിൽ നിന്ന് പ്രതിഫലം നോക്കാതെ ദൈവത്തെ സ്നേഹിക്കണം. അതാ ദൈവം ആഗ്രഹിക്കുന്നത്. ഈ സന്ദേശത്തിൽ കൂടെ പറയുന്നത് ഇസ്ലാമെ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരു വിഷയമാണ്. ജീവിത മേഖലകളിൽ എവിടെയായിരുന്നാലും ഇസ്ലാമെ ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തിൻ്റെ വഴികളിൽ ജീവിക്കുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ സ്വന്തം ദൈവത്തിൻ്റെ കരം നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. മനുഷ്യന് പകയും വിദ്വേഷവും കൊണ്ട് നടക്കുക. ദൈവം അങ്ങനെയല്ല. നമ്മോട് ദൈവത്തിന് പകയില്ല. ദൈവത്തിന് നമ്മോട് പക ഉണ്ടായിരുന്നെങ്കിൽ ദൈവ ഗോപാഗ്നിയിൽ ബന്ധുപോയാൽ പലരും ഇസ്ലാമിൽ ലോകത്ത് കാണത്തില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ദൈവത്തിന് നമ്മോട് സ്നേഹമുള്ളത് കൊണ്ട് മരണത്തിൽ നിന്ന് വിടുവിക്കുന്നു, രോഗത്തിൽ നിന്ന് വിടുവിക്കുന്നു, അനർത്ഥനങ്ങളിൽ നിന്ന് വിടുവിക്കുന്നു, പിശാചിൻ്റെ പദ്ധതികളിൽ നിന്ന് വിടുവിക്കുന്നു. എന്തുകൊണ്ടാണ്? ദൈവസന്നിധിയിൽ ദൈവം തൻ്റെ ജനത്തെ നിർത്തിയിരിക്കുന്നത് വേറെ ദൈവത്തിന് പദ്ധതികളുള്ളത് കൊണ്ടാണ്. ചിലർ പറയും ദൈവം മനുഷ്യനുള്ള ബന്ധത്തിൽ എന്തുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിച്ചുകൂടാ? പല വിഷയങ്ങൾ. പക്ഷെ ദൈവം ഇസ്ലാമെ ദൈവത്തിൻ്റെ വചനത്താൽ വചന രീതിയിൽ ഇടപെടുന്ന ദൈവമാണ്. ലോകത്തിൽ മനുഷ്യർ ചിലർ പറയും മനുഷ്യരെ കൊണ്ട് ഒരു പ്രയോജനമില്ലെന്ന്, മനുഷ്യനൊരു വിലയില്ലെന്നാണ് പറയുന്നത് ഇസ്ലാമെ. എന്നാൽ ദൈവവചനം പറയുന്നു മനുഷ്യന് വിലയുണ്ട്. ഒരുവൻ സർവ്വലോകവും നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ ഇത് പ്രയോജനം. അപ്പം നഷ്ടമാക്കുക എന്ന് പറയുമ്പോൾ ഇസ്ലാമെ വിലയുള്ളതുകൊണ്ടാണ്. വിലയുള്ള ഒരു വസ്തു നഷ്ടമായാൽ അത് വിലയുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് മനുഷ്യന് 100% വിലയുണ്ട്. ഹല്ലേലൂയ. ഈ ലോകത്തിലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അതിൻ്റെ വിത്തുകൾ വിതച്ച് അനേകരുടെ കരങ്ങളിൽ കൂടെയാണ് ഇത് പ്രവർത്തിച്ച് നമ്മൾ അരിയിലേക്ക് വരുന്നത്. മനുഷ്യൻ്റെ കരമുള്ളത് കൊണ്ടാണ്. എല്ലാ കാര്യങ്ങളിലും മനുഷ്യൻ്റെ കരമുണ്ട്. ലോകത്തിൽ വാഹനം ഓട്ടിക്കുന്നതായിക്കോട്ടെ, ഇസ്ലാമിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളായിക്കോട്ടെ, അതിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ മനുഷ്യൻ്റെ കരമുണ്ട്. മനുഷ്യൻ്റെ കരമില്ലാത്ത ഒരു കാര്യം ലോകത്തില്ല. അപ്പോൾ ദൈവത്തിന് മനുഷ്യനുള്ള ബന്ധത്തിൽ മനുഷ്യന് വിലയുണ്ടെന്ന് തിരുവചനത്തിൽ കൂടെ തന്നെ ദൈവം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓരോ മനുഷ്യരിലും വിലയുണ്ട്, പ്രയോജനമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തെ നാം ശക്തമായി ആരാധിക്കുക. ആരെങ്കിലും ദൈവഭാഗത്ത് വന്നിട്ട് ഇസ്ലാമിൽ ഒരു പ്രയോജനമില്ലാതിരിക്കുന്നെങ്കിൽ ദൈവം പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന് കഴിയും. അതുകൊണ്ട് മനുഷ്യന് ഒന്ന് വിലയുണ്ട്, രണ്ട് മനുഷ്യനെ കൊണ്ട് പ്രയോജനമുണ്ട്.
മനുഷ്യന് വിലയില്ല, പ്രയോജനമില്ല എന്ന് ആരെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയുന്നെങ്കിൽ അവൻ്റെ അജ്ഞതയാണത്. സ്തോത്രം. ഹല്ലേലൂയ. മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവം കണ്ട് മനുഷ്യൻ നന്ന് എന്ന് ദൈവം കണ്ടു. ഹല്ലേലൂയ. സൃഷ്ടിച്ച ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ വിലയുള്ളവനായി തന്നെയാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. അല്ലാതെ വിലയില്ലാത്ത രീതിയിലല്ല മനുഷ്യനെ സൃഷ്ടിച്ചത്. പിശാച് വന്ന് പറയും, നിന്നെ കൊണ്ടൊരു വിലയില്ല, നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല എന്ന് പിശാച് വാദിക്കപ്പെടുക. അവൻ്റെ പദ്ധതികളെ പൊളിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമെങ്കിൽ ദൈവം വിജയകരമായ പ്രയോജനമുള്ള ഒരു വ്യക്തിയാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. മനുഷ്യനും ദൈവത്തിനും പ്രയോജനമുള്ള രീതിയിൽ ജീവിക്കണം. അതാ പ്രൈസലോ മനുഷ്യന് പ്രയോജനമുണ്ടെന്ന് പറയുന്നത്, വിലയുണ്ടെന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ മനുഷ്യനും ദൈവത്തിനും പ്രയോജനമില്ലാതെ ജീവിച്ചാൽ ഒരു വിലയും കാണത്തില്ല. സ്തോത്രം. മനുഷ്യന് വിലയുണ്ട്. സ്തോത്രം. എന്നാൽ പ്രൈസലാമേ മനുഷ്യനും ദൈവത്തിനും പ്രയോജനമുള്ളവനായി ജീവിക്കണം. അപ്പോൾ വിലയുണ്ടാവും. സ്തോത്രം. അനുഗ്രഹത്തിൻ്റെ നാഥനായ യേശു ക്രിസ്തു ഹല്ലേലൂയ മനുഷ്യനെ സൃഷ്ടിച്ച് അവനെ പ്രയോജനമുള്ളവനാക്കി തീർക്കേണ്ടതിന് ദൈവം ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. മനുഷ്യൻ പല സൂത്രങ്ങൾ കണ്ട് പിടിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യൻ പല വിധത്തിൽ ദൈവഹിതമില്ലാത്ത വഴികളിൽ ജീവിക്കുന്നു. അതുകൊണ്ട് പ്രയോജനമില്ലാത്തവനായി തീരുന്നു. വിലയില്ലാത്തവനായി തീരുന്നു. അതുകൊണ്ട് ക്രിസ്തുവിൽ നാം വിശ്വസിക്കുമ്പോൾ നാം വലിയ വിലയുള്ളവരായി ദൈവം മാറ്റുകയാണ്. ഹല്ലേലൂയ. സ്വർഗം നമ്മെ തൻ്റെ വചനം വായിച്ച് വിടുവിക്കുന്ന ദൈവമാണ്. എന്നെ നിന്നെയും പ്രൈസലാമേ ഹല്ലേലൂയ ദൈവം വിളിച്ചെങ്കിൽ ദൈവം പ്രൈസലോം തൻ്റെ കരം അയച്ച് ആലോചന നിവൃത്തിയാക്കി അനുഗ്രഹമായ നിലയിൽ നടത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തെ സ്നേഹിക്കുന്നത് പ്രൈസലാമേ ഹല്ലേലൂയ ദൈവത്തിൽ നിന്ന് വലിയ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മാത്രമല്ല, മറിച്ച് ദൈവത്തെ നാം യഥാർത്ഥമായി സ്നേഹിക്കുക. അവിടെയാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. പ്രൈസലാമേ സ്തോത്രം. ജീവന്റെ വഴിയാണ്, ജീവനുള്ള ദൈവമാണ്, പരിശുദ്ധാത്മാവുള്ളതാണ്. പരിശുദ്ധാത്മാവ് സകലം വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. മറഞ്ഞിരിക്കുന്ന ഗൂഢമായ രഹസ്യങ്ങളെ ദൈവം വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സന്നിധിയിൽ മറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയില്ല. എല്ലാം വ്യക്തവും മല്ലമായി കിടക്കുകയാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൽ എല്ലാ അവസ്ഥകളും എല്ലാ കാര്യങ്ങളും ദൈവം പരിശുദ്ധാത്മാവ് പുറത്ത് വെളിപ്പെടുത്തി കൊണ്ടുവരും. പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തും. മറഞ്ഞു കിടക്കുന്നതും
പ്രൈസലാമേ ഹല്ലേലൂയ. ഏത് പ്രൈസമോ വിഷയങ്ങളായാലും പരിശുദ്ധാത്മാവ് അത് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ദൈവത്തിൻ്റെ അത്ഭുതമായ കരങ്ങളിൽ നമ്മെ വഹിച്ചിരിക്കുന്നതുകൊണ്ട് നാം ദൈവത്തെ സ്തുതിക്കുക. അതുകൊണ്ട് ഒന്ന് ഇവിടെ പത്രോസിനോട് പറഞ്ഞത്, നീ എന്നെ അധികമായി സ്നേഹിക്കുന്നുണ്ടോ എന്നാണ്. ദൈവത്തെ എല്ലാത്തിൽ അധികമായി സ്നേഹിക്കണം. പലർക്ക് പലരോടാണ് സ്നേഹം. പലരെ സ്നേഹിക്കുന്നത് നല്ലത് തന്നെയാണ്, പക്ഷെ അതിലധികമായി ദൈവത്തെ സ്നേഹിക്കണം. ചിലർ പണത്തോടാ സ്നേഹം. പ്രൈസ് ലോർഡ്. ചില ഈ ലോകത്തിൻ്റെ നാനാ വിചാരങ്ങളില്ല സ്നേഹം. പാപത്തിൻ്റെ വഴികളില്ല പലരും സ്നേഹം. എവിടെ പ്രൈസ് ലോർഡ് കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യനോട് പറഞ്ഞു, സ്തോത്രമാലിലെ അധികമായി ദൈവത്തെ സ്നേഹിക്കാനാണ്. ആർക്കുണ്ട്? എന്നിൽ കേൾക്കുന്ന പ്രിയരെ, നീ ആയിരിക്കുന്ന മണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്ഥലത്ത് നീ അധികമായി യേശു ക്രിസ്തുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? അവിടെയാണ് വിജയം, ഇല്ലെങ്കിൽ തോൽവിയാ. പലരിലും ഒക്കെ കാര്യസാധ്യതയ്ക്ക് വേണ്ടി സ്നേഹിച്ച് ജീവിക്കുന്നെങ്കിൽ അതിലധികമായി ദൈവത്തെ സ്നേഹിക്കണമെന്നാണ് ദൈവം തൻ്റെ ശിഷ്യനായ പത്രോസിനോട് സ്തോത്രം പറഞ്ഞത്. ഈ ലോകത്തിലെ സകലവും നാശകരമാണ്. ലോകത്തിലെ സ്നേഹം നാശകരമാണ്, നശിച്ചു പോകുന്നതാണ്, നിലനിൽക്കുന്നതല്ല. ഒന്നേ പ്രിയസലോ കാര്യങ്ങൾ നിലനിൽക്കുന്നത് കർത്താവിൻ്റെ സ്നേഹം. ഹല്ലേലൂയ. ഇത് വെറും ഒരു സംസാരമല്ല, ദൈവവചനത്തിലുള്ള ആധികാരികമായ വിഷയമാണ്. പലരും പ്രൈസലാമി ഹല്ലേലൂയ ദൈവത്തെ അല്ല സ്നേഹിച്ച് ജീവിക്കുന്നത്. വെറും ഒരു മൂടിയായി, വെറും ഒരു പ്രൈസലാമി ഹല്ലേലൂയ വസ്ത്രം ധരിക്കുന്ന പോലെ, മേക്കപ്പ് പോലെ, അല്ലെങ്കിൽ ഒരു ചടങ്ങ് പോലെ ഇങ്ങനെ ജീവിച്ചു പോകുക. ദൈവമായിട്ട് സ്നേഹമൊന്നുമില്ല. മനുഷ്യൻ അധികം സ്നേഹിക്കുന്നതല്ല ഈ ലോകത്തോട്, ലോകത്തിൻ്റെ കാര്യങ്ങളോട്, ആവശ്യങ്ങളോട്, വിഷയങ്ങളോടൊക്കെ തന്നെ സ്നേഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആത്മീയ ലോകത്തിൽ നമുക്ക് തോൽവികൾ സംഭവിക്കും. അതുകൊണ്ട് ലോകത്തിലുള്ളതിനെയും കഴിയും, ലോകത്തിലുള്ള എന്തിനേയും കഴിയും അധികമായി ദൈവത്തെ സ്നേഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ കൃപ എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടും. ദൈവത്തിൻ്റെ ശക്തി വെളിപ്പെടും, ദൈവകൃപ വെളിപ്പെടും, ദൈവ ആലോചന വെളിപ്പെടും, പിശാചിൻ്റെ പദ്ധതികൾ പൊളിക്കും. ദൈവീക കരങ്ങളിൽ പ്രൈസ്ലാമി ഹല്ലേലൂയ വെളിപ്പെടുത്തി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് മനുഷ്യൻ ദൈവത്തോടുള്ള സ്നേഹം ആധികാരികമായി അർത്ഥമുള്ളതാണ്, വ്യക്തമായതാണ്, ദൈവം ആഗ്രഹിക്കുന്നതാണ്, ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്, ദൈവത്തിൻ്റെ ആഗ്രഹമാണ് മനുഷ്യൻ ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ളത്. അതുകൊണ്ട് സ്വന്തം ലോകത്തിൽ ഒന്ന് ലോകസ്നേഹമുണ്ട്, രണ്ട് ദൈവഹിതമില്ലാത്ത അനേക സ്നേഹങ്ങൾ ലോകത്തുണ്ട്. അതൊക്കെ വിട്ട് പ്രൈസ്ലാമേ ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് ദൈവത്തെ സ്നേഹിച്ചും ദൈവത്തെ സേവിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്നതാണ് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. പ്രൈസ്ലാമേ അതുകൊണ്ട് നിങ്ങളോട് ദൂതാണ് പ്രൈസ്ലാമേ ലോകത്തിൽ ഈ വചനം ശ്രവിക്കുന്ന മാന്യ സ്നേഹിതർക്ക് എൻ്റെ സന്ദേശം അറിയിക്കുന്ന പ്രൈസ്ലാമേ നീ ദൈവത്തെ സ്നേഹിക്കുക. രണ്ട്
ദൈവം നിന്നെ സ്നേഹിക്കുന്നുണ്ട്. 3, ദൈവം ഒരു നാളും നിന്നെ കൈവിടില്ല എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഗ്രഹിക്കുന്നു. ദൈവനാമത്തോണ്ടാകട്ടെ. ആമേൻ.